ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇഡലി ആണ്. ദോശയ്ക്ക് ഉള്ള മാവ് കൊണ്ട് ആദ്യം ഉപ്പിട്ട് നല്ലതായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇളക്കിക്കഴിഞ്ഞ് കുറച്ച് കട്ടി കൂടുതലാണ്. നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കാൻ വേണ്ടി ഇത്രയും കട്ടി കുഴപ്പമില്ല. ദോശ ഉണ്ടാക്കാൻ കുറച്ച് വെള്ളം നമുക്ക് മിക്സ് ചെയ്യാം പിന്നെ അവസാനം. ഇപ്പോൾ ഇഡ്ഡലി ഉണ്ടാക്കാൻ വേണ്ടി ഇത് കുഴപ്പമില്ല. ഇഡ്ഡലി തട്ടെടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചു, ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം. പിന്നെ അടുപ്പേ വെച്ചു, തീ കത്തിക്കാം. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇഡ്ഡലിയുടെ തട്ടെടുക്കാം. നമ്മുടെ കയ്യിൽ 3 തട്ടാണ് ഉള്ളത്. എല്ലാത്തിനകത്തും കുറച്ച് എണ്ണ ഒഴിക്കാം. എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് തേച്ച് പിടിപ്പിക്കാം എല്ലായിടത്തും. ഒരു 4 തട്ടുള്ള 3 തട്ടിനകത്ത് 4 ഇഡ്ഡലി പറ്റും. 4 സെറ്റ് 3 സെറ്റിനകത്ത് 4 ഇഡ്ഡലി വെച്ച് 12 ഇഡ്ഡലി നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഒറ്റ അടിക്ക്. ഇത് ഞങ്ങൾ പുതിയതായിട്ട് മേടിച്ച ഇഡ്ഡലി കുട്ടമാണ്. പഴയ ഉണ്ടായിരുന്നത് കൊടുത്തു. അത് അലൂമിനിയത്തിൻ്റെ, ഇത് സ്റ്റീലിൻ്റെ മേടിച്ചിപ്പം. അപ്പം 4 നമ്മൾ തേച്ചിട്ട് പിന്നെ നമുക്ക് മാവ് ഒഴിക്കാം. ഞാൻ തട്ടേ വെച്ചിട്ടില്ല, ഇവിടെ വെച്ച് തന്നെ നിരത്തി വെച്ചിട്ടാണ് ഒഴിക്കാൻ പോകുന്നത്. അപ്പം തട്ടേ വെച്ച് ഒഴിക്കാനും പറ്റും, കുഴപ്പമൊന്നുമില്ല. നമുക്കിവിടെ നേരെ വെച്ച് 4 ഒഴിക്കാം. ഇത്രയും കട്ടി വേണം ഇഡ്ഡലിക്ക്. പിന്നെ വേറെ എന്തുകൊണ്ട് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. എനിക്കിന്ന് അവധിയാണ്, വൈഫിനും അവധിയാണ്. അപ്പോൾ രാവിലെ നാസ്റ്റ ഉണ്ടാക്കി ചെറിയൊരു വ്ളോഗായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് ഇപ്പോൾ ഷൂട്ട് ചെയ്തത്. പിന്നെ അപ്പം 2 തട്ടിൽ ഒഴിച്ചിട്ടുണ്ട്, 3 തട്ടി ഒഴിക്കുന്നു. അത് കഴിഞ്ഞിട്ട് നമുക്കിത് അടുപ്പേ വെക്കാം. അപ്പോഴത്തേക്ക് വെള്ളം ഒന്ന് ചൂടാകും. പിന്നെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? അവരെല്ലാം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അതുകൊണ്ട് തയ്യാറെടുപ്പായിരിക്കില്ലേ? ഞങ്ങൾ നേരത്തെ തന്നെ എണീറ്റു. ഇന്നലെ അരി രാത്രി തന്നെ അരച്ച് വെച്ചു. അപ്പോൾ അത് മാവ് സെറ്റായി. അപ്പം 3 സെറ്റ് ഒഴിച്ചു കഴിഞ്ഞു. വെള്ളം തിളച്ച് വന്നു. അപ്പോൾ നമുക്ക് വെക്കാം. ആദ്യം ഒരു സെറ്റ് വെച്ചു, പിന്നെ 2ാമത്തെ സെറ്റ് വെക്കുന്നു, 3ാമത്തെ വെക്കുന്നു. ഞാൻ തന്നെയാണ് ഷൂട്ട് ചെയ്യുന്നത്, അതുകൊണ്ടടുത്തൊരു താമസം വരുന്നത്. നമുക്ക് അടച്ച് വെക്കാം. അടച്ച് വെച്ച് ഒരു 10-15 മിനിറ്റ് വേവിക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ചട്നി ഉണ്ടാക്കാം, സമ്മന്തി ഉണ്ടാക്കാം. സമ്മന്തി ഇത് മലയാളി സ്റ്റൈലല്ല കേട്ടോ, ഇവിടുത്തെ മഹാരാഷ്ട്രൻ സ്റ്റൈൽ ചമ്മന്തിയാണ്. പച്ചമുളക് ഇട്ടു, തേങ്ങ ഇട്ടു, ഒന്ന് അരച്ചെടുത്തു. പിന്നെ അത് കഴിഞ്ഞ് വെളുത്തുള്ളി ഇട്ടു, കുറച്ച് പുളി, കുറച്ച് ഉപ്പ്, പിന്നെ നമ്മുടെ ഇത് കൊത്തമ്പർ. ഇതാണ് ഇവിടുത്തെ മെയിൻ ഐറ്റം. ഇത് നമുക്ക് അരച്ചെടുക്കാം. നല്ല വെള്ളം പോലെ നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. നമുക്ക് കടായി വെക്കാം. കുറച്ച് എണ്ണ ഒഴിക്കാം. എണ്ണ കുറച്ച് കൂടുതൽ വേണം, ചെറിയ സ്പൂണാണ്, അതുകൊണ്ട് 2 പ്രാവശ്യം. ഇഡ്ഡലി ഒന്ന് വെന്ത് വരുന്നുണ്ട്. അത് വെച്ചിട്ട് നമുക്ക് കടുക് പൊട്ടിക്കാം. കടുക് ഇട്ടു, കടുക് അതിനായിട്ട് പൊട്ടി വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് കറിവേപ്പില ഇടാം. കറിവേപ്പില അത് പൊട്ടി. അത് കഴിഞ്ഞിട്ട് അരച്ച് വെച്ച നമുക്ക് ചട്നി അതിനകത്തിടാം. അപ്പം കടുക് വറുത്ത് റെഡി ആയിട്ടുണ്ട്. കുറച്ച് അത് കഴുകിയോട് ഒഴിച്ചിട്ടുണ്ട്. അല്ല ഭയങ്കര കട്ടിയായപ്പം ഇഡലി റെഡി ആയിട്ടുണ്ട്. നമുക്ക് തട്ടി നിറക്കാം. ഇറക്കിയിട്ട് ഇളക്കി നമുക്കൊരു വേറെ പാത്രത്തിലോട്ട് മാറ്റി വെക്കാം. 12 ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട് ഒറ്റയടിക്ക്. ബാക്കി നമുക്ക് ദോശ ഉണ്ടാക്കാൻ വേറെ അടിക്കാം. കുറച്ച് വെള്ളം മിക്സ് ചെയ്ത് തരുന്നു. ദോശയ്ക്ക് കുറച്ച് നമുക്ക് ഓയിൽ വരട്ടി ഒന്ന് റെഡിയാക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ ചെറുതായിട്ടൊന്ന് വെള്ളം താളിച്ച് കൊടുക്കാം. അപ്പോൾ അടിയിൽ ഒട്ടിപ്പിടിക്കത്തില്ല. പിന്നെ നമുക്ക് ദോശയ്ക്ക് മാവ് ഒഴിക്കാം. ഞാൻ തന്നെ ഉണ്ടാക്കുന്ന ദോശ, വലിയ ദോശ ഉണ്ടാക്കാൻ പോവാണ്. വലിയ ദോശ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് പരത്തി മണ്ടയ്ക്ക് അടച്ച് വെക്കാം. അത് കഴിഞ്ഞ് തിരിച്ചിടാം. തിരിച്ചിട്ട് കഴിഞ്ഞപ്പോൾ ഒരു വശം ബന്ധിട്ടുണ്ട്. ദൂസര നമുക്ക് സെക്കൻഡ് 3-4 ഉണ്ടാക്കാനുള്ള മാവുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇത് ഫ്രണ്ടുമ്പോഴാണ് ഉണ്ടാക്കുന്നത്. അതിനടുത്ത് വന്ന് നമുക്ക് സെർവ് ചെയ്യാം. അപ്പം ഇഡലി, ദോശ, സാമ്പാർ, ചട്നി ഈ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ സാമ്പാറില്ല, അതുകൂടി ചട്നി മാത്രമേ ഉള്ളൂ. അപ്പം പിന്നെ അത് തന്നെ ഒന്നുകൂടെ എടുത്ത് വേറെ പാത്രത്തിൽ വെച്ചിട്ട് 2 പേർക്കും വേറെ എടുത്തു. 4 ഇഡ്ഡലി വെച്ചിട്ടുണ്ട്, ഒരു ദോശ വെച്ചിട്ടുണ്ട്. അപ്പം ബൈ എല്ലാവരും കഴിക്കുക.